ഓം ശാന്തി. സെക്കൻഡിൽ വ്യക്തഭാവത്തിൽ നിന്നും അകന്നു മാറി ഞാൻ അവ്യക്ത സ്ഥിതിയിൽ സ്ഥിതമാകുന്നു. ഞാൻ അനുഭവം ചെയ്യുകയാണ് ജ്ഞാന സൂര്യശോഭാബ പ്രകാശ സ്വരൂപ ബ്രഹ്മശരീരത്തിൽ വിരാജമാനായി ചുവന്ന പ്രകാശ കിരണങ്ങൾ നാലുപാടും പ്രസരിപ്പിച്ച് ഭൂമിയിലെ നക്ഷത്രങ്ങളുമായി മിലനം ചെയ്യാൻ വരികയാണ്. സർവ ആത്മജ്യോതികളെയും ഉണർത്താൻ വരികയാണ്. ഞാൻ പരമാത്മ അവതരണത്തെ കാത്തിരിക്കുന്നു. ഇത് സൃഷ്ടിയുടെ ബ്രഹ്മമുഹൂർത്തമാണ്. ഞാൻ ആത്മാ എൻ്റെ പ്രിയ ശിവബാബയോട് ആത്മീയ വാർത്താലാപം ചെയ്യുന്നു. ബാബ അവ്യക്ത ഭാഷയിൽ എന്നോട് പറയുകയാണ്, മധുരമായ കുട്ടി, നീ സത്യമായ ബ്രാഹ്മണനാണ്. നീ ബ്രാഹ്മണൻ യജ്ഞരക്ഷകനാണ്. സ്വയം ഈശ്വരീയ പിതാവ് രചിച്ച ഈ രുദ്രജ്ഞാനയജ്ഞത്തിൻ്റെ പാലന ചെയ്യൂ. യജ്ഞസേവ ചെയ്യൂ. ഞാൻ ഇതെന്റെ പരമ കർത്തവ്യമായി സ്വീകരിക്കുന്നു. ശരീരം, ധനം, മനസ്സിലൂടെ ഈ യജ്ഞം ഞാൻ സമ്പാലിച്ചു കൊണ്ടിരിക്കുന്നു. ബാബ അങ്ങനെ പരിധിയില്ലാത്ത യജ്ഞത്തിൻ്റെ ബ്രാഹ്മണനാക്കി സദാകാലത്തേക്ക് ഭാഗ്യശാലിയാക്കി. ബാബ പറഞ്ഞു തരികയാണ്, ഈ യജ്ഞം മുഴുവൻ വിശ്വത്തെയും സ്വർഗമാക്കുന്നതാണ്. എൻ്റെ ജീവിതം ദിവ്യ ഗുണങ്ങളാലും ശക്തികളാലും അലങ്കൃതമാകുന്നതാണ്. ആത്മാക്കളെ വികാരത്തിൽ നിന്നും മുക്തമാക്കി ജീവൻ മുക്തി നൽകുന്നു. ഈ യജ്ഞരക്ഷയിൽ ഞാൻ സദാ തത്പരനായിരിക്കുന്നു. ഈ യജ്ഞത്തിലൂടെ സർവ മനോകാമനകളും പൂർത്തിയാകുന്നു. ഞാൻ യജ്ഞരക്ഷകനാണ്, സത്യമായ ബ്രാഹ്മണനാണ്. ഞാൻ യജ്ഞസേവയിൽ സമർപ്പിതമാകുന്നു. ബാബയിൽ ബലിഹാരിയാകുന്നു. ഞാൻ ഹൃദയത്തിൽ നിന്നും യജ്ഞസേവ ചെയ്ത് സമ്പൂർണ്ണ വിശ്വത്തിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നു. ശ്രീമതത്തിലൂടെ നടന്ന് ഞാൻ ഭാരതത്തെ സ്വർഗമാക്കുന്ന സേവ ചെയ്യുന്നു. ഞാൻ സംഗമയുഗി സത്യബ്രാഹ്മണ ആത്മാവാകുന്നു. എൻ്റെ ബ്രാഹ്മണ കുലം പൂർണ്ണമായും വേറിട്ടതാണ്.
ഞാൻ ആത്മീയ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുന്ന സഹജ പുരുഷാർത്ഥം ചെയ്യുന്നു. മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും മനസ്സ് മാറ്റുന്നു. രാജ്യ പദവി നേടുന്നതിൽ മുഴുകുന്നു. ഒപ്പം രചനയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഈ ബ്രാഹ്മണ കുലം പൂർണ്ണമായും വേറിട്ടതാണ്. നോളജ്ഫുള്ളായി ജ്ഞാനം, വിജ്ഞാനം, അജ്ഞാനം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ഞാനിപ്പോൾ സംഗമയുഗി ബ്രാഹ്മണനാണ്. പതിതർക്ക് പാവനമാകാനുള്ള വഴി പറഞ്ഞു തരാനാണ് ബാബ വന്നത്. ഞാനും ഈ സേവനം ചെയ്യുന്നു. ഓരോരുത്തരുടെയും കണക്ക് ബാബ നോക്കുന്നു. ബ്രഹ്മാവിലൂടെ പാവനമാക്കുന്നു. ഉയർന്നതിലും ഉയർന്നത് ഒരു ബാബയാണ്. മഹിമയും ഒരാൾക്ക് മാത്രമാണ്. ഭഗവാൻ ഒരേ ഒരു നിരാകാരനാണ്. മനുഷ്യനല്ല, പരമധാമത്തിൽ വസിക്കുന്നു. അതിനാൽ എൻ്റെ ബുദ്ധി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ബാബയെ തിരിച്ചറിഞ്ഞു. സ്വർഗത്തിൻ്റെ അധികാരിയായി. പിന്നീട് പുരുഷാർത്ഥമനുസരിച്ച് പദവി നേടുന്നു. ബാബയെ ഓർമ്മിക്കുന്നു. അല്ലയോ എന്ന ശബ്ദം പറയില്ല. അല്ലയോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് ഭക്തിയുടെ അംശമാണ്. ഞാൻ അന്തർമുഖിയായി ബാബയെ ഓർമ്മിക്കുന്നു. ശ്രീമതമനുസരിച്ച് നടക്കുന്നു. ലൗകിക കുട്ടി ശരീരധാരി പിതാവിനെ ഓർമ്മിക്കുന്നത് പോലെ ഞാൻ ബാബയെ ഓർമ്മിക്കുന്നു. പാരലൗകിക പിതാവ് ദേഹി അഭിമാനിയാണ്. ബ്രാഹ്മണർ തയ്യാറാകുമ്പോൾ രുദ്രമാലയും തയ്യാറാകുന്നു. ശേഷം വിഷ്ണുവിൻ്റെ മാലയിലേക്ക് പോകും. മാലയിൽ വരുന്നതിനു വേണ്ടി ഞാൻ ബാബയെ ഓർമ്മിക്കുന്നു. ആദ്യം ഞാൻ സതോ പ്രധാനമായിരുന്നു. പിന്നീട് സതോ രജോ തമോയിലേക്ക് വന്നു. എനിക്ക് ബാബയെ ഓർമ്മിക്കുന്നതിനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ഞാൻ അവിനാശി സർജനിൽ നിന്നും ഓരോ കാര്യത്തിലും നിർദ്ദേശം സ്വീകരിക്കുന്നു. എത്ര സമയം ലഭിക്കുന്നുവോ അത്രയും ആത്മീയ സേവനം ചെയ്യുന്നു. ആത്മീയ സേവനത്തിൻ്റെ സംസ്കാരമുണ്ടാക്കുന്നു. പതിതത്തിൽ നിന്നും പാവനമാക്കുന്നതിൻ്റെ സേവ ചെയ്യുന്നു. ഞാൻ അന്തർമുഖിയായി ബാബയെ ഓർമ്മിക്കുന്നു. ബാബയെ പോലെ നിരഹങ്കാരിയാകുന്നു. ബാബ വരദാനം നൽകിയിരിക്കുന്നു. ശിവശക്തി കമ്പൈൻഡായി ഭവിക്കൂ. ഞാൻ മനസ്സ അഥവാ ഭാവനയിലൂടെ ശ്രേഷ്ഠ തരംഗങ്ങളുടെ സുഗന്ധം വ്യാപിപ്പിക്കുന്നു. സുഖ, ശാന്തി, സ്നേഹം, ആനന്ദം എന്നിവയുടെ സുഗന്ധം വ്യാപിപ്പിക്കുന്നു.
ദിവസവും അമൃതവേളയിൽ വിഭിന്ന ശ്രേഷ്ഠ തരംഗങ്ങളുടെ പനിനീർ ആത്മാക്കളുടെ മേലെ തളിക്കുന്നു. കേവലം സങ്കൽപ്പത്തിന്റെ ഓട്ടോമാറ്റിക് സ്വിച്ച് ഓൺ ചെയ്യുന്നു. അപ്പോൾ വിശ്വത്തിലെ അശുദ്ധ ഭാവനകളുടെ ദുർഗന്ധം സമാപ്തമാകുന്നു. സുഖദാതാവിലൂടെ സുഖത്തിന്റെ ഭണ്ഡാരം പ്രാപ്തമാവുക. ഇതാണ് ബാബയുടെ സ്നേഹത്തിന്റെ അടയാളം. ഓം ശാന്തി.